ഇന്ന് വൈകിട്ട് ചായയുടെ കഴിഞ്ഞ് മക്കളെ കളിക്കണം എന്ന് പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോഴേക്കും അമ്മ എവിടേക്കോ പോയി തപ്പിപ്പറക്കി കുറച്ച് മച്ചിങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോഴാട്ടോ ഞാൻ പണ്ട് നമ്മൾ ഈർക്കിലൊക്കെ ഈ മച്ചിങ്ങയിൽ കുത്തിയിട്ട് ഇങ്ങനെ പമ്പരമൊക്കെ കറക്കില്ലേ, അതൊക്കെ ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് അതും പിന്നെ പ്ലാവില വെച്ച് തൊപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അത് വെച്ചാണെങ്കിൽ അവർ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ബോൾ വെച്ച് രണ്ടുപേരും തട്ടി കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ രണ്ടുപേരും കയ്യിൽ നോക്കിയപ്പോഴാണെങ്കിൽ കുറച്ച് നഖമൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇനിയിപ്പം മൺഡേ സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ച് രണ്ടുപേരും നിർത്തി രണ്ടുപേരും കയ്യിലും കാലിലേക്ക് നഖം വെട്ടി കൊടുത്തു കേട്ടോ. ലിച്ചുവാണെങ്കിൽ അടങ്ങി നിൽക്കുകയേ ഇല്ല, ഇങ്ങനെ പിരിപിരിപിരൂന്ന് നിൽക്കും കേട്ടോ. നഖമൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും കൈയും കാലൊക്കെ നല്ലപോലെ കഴുകി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആവാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെടിയും മരങ്ങളൊക്കെ നനയാൻ വേണ്ടിയിട്ട് വെള്ളം തുറന്നിട്ടു കേട്ടോ. അകത്തേക്ക് കയറി വന്നിട്ട് പിന്നെ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം അമ്മൂനെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നാളെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചു. എന്നാൽ പിന്നെ രാത്രി തന്നെ സാമ്പാർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റൊക്കെ ആയിക്കോളൂല്ലോ. ആദ്യം തന്നെ പരിപ്പ് വേവിച്ച് വെച്ചു. പിന്നെ പരിപ്പ് വന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറി എല്ലാം വേഗം നന്നാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് പച്ചക്കറിയും നമ്മുടെ മസാലയും പുളിവെള്ളവും ഉപ്പും എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. മക്കളുടെ ബെഡിന് കവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതും കൊണ്ടുവന്നു. പിന്നെ അതെല്ലാം ഒന്ന് ഇട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ അളവൊക്കെ നോക്കി. അമ്മൂനാണെങ്കിൽ പിങ്ക് കളറായത് കൊണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. രാത്രി പിന്നെ ആർക്കും ചോറ് വേണ്ട, എല്ലാവർക്കും ഭയങ്കര മടിയാട്ടോ രാത്രി ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പവും ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾക്ക് ആർക്കും കറി വേണ്ട, അപ്പത്തിൻ്റെ കൂടെ ബൂസ്റ്റ് മതിയെന്ന്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ മക്കൾ അപ്പത്തിൻ്റെ ദോശയുടെയും കൂടെയൊക്കെ ബൂസ്റ്റ് കൂട്ടി കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നു. പിന്നെ ഞാൻ അതിനകത്തേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെണ്ടയ്ക്കും തക്കാളി കൂടി ചേർത്ത് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് അതെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുത്തു കേട്ടോ. മസാല എല്ലാം ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മിക്സായി കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് കുക്കർ അടച്ച് വെക്കണം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇഡലിയല്ല ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കാൻ വേണ്ടി പോയി. കുറച്ച് ഉഴുന്നും കുറച്ച് ചോറും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ. ഞാൻ പിന്നെ പച്ചരി വെള്ളത്തിലിട്ടില്ലായിരുന്നു, പച്ചരി തീർന്നു വരുന്നത്. അതുകൊണ്ട് പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ കൂടുതലും അരിക്ക് പകരം ഈ പൊടി തന്നെയാട്ടോ എളുപ്പത്തിൽ ചെയ്യാറാകുമ്പോൾ പിന്നെ പച്ചരി വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിസ്ക് വെച്ച് ആദ്യം അതിൻ്റെ കട്ടയിലൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തു. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നല്ലപോലെ രാവിലെ ആകുമ്പോഴത്തേക്കും പുളിച്ച് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് പോയി കിടന്നു കേട്ടോ.